നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരൂരാണ്. തിരൂർ പുതുതായി ഓപ്പൺ ആയ ടാറ്റ ഷോറൂമിലാണ്. ചെറിയൊരു ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ടാറ്റയുടെ ഷോറൂം KVR തിരൂർ ഉണ്ടായിരുന്നു. അതിന് ചെറിയൊരു മാറ്റമായിട്ട് തിരൂർ പുതുതായി റീഓപ്പൺ ചെയ്ത ഷോറൂമാണ് തിരൂർ പാരശ്ശേരിയുള്ളത്. BP അങ്ങാടിക്കടുത്ത് ചമ്മറോട്ട റോഡിലാണ് ഈ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത്. പലർക്കും ഇങ്ങനെ അടിച്ചു കയറി വാ. അപ്പോൾ ഇതാണ് പുതുതായി ഓപ്പൺ ആയ ഷോറൂം, ടാറ്റ KVR ഷോറൂം ഉള്ളത്. ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചത്. ഇതിൻ്റെ ബാക്കിൽ സർവീസും കൂടി വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരൂർ പാരശ്ശേരി റോഡാണ്. ഇത് ചമ്മറവട്ടം റോഡ്, അതിൻ്റെ നേരെ എടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഷോറൂമിന് ഇനാഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് പോയിട്ട് വരാം. ഇതിന് ബാക്കിലാണ് സർവീസ് വന്നിട്ടുള്ളത്. ടാറ്റ പഞ്ച് ഉണ്ട്, അതുകൊണ്ട് ടിയാഗോ പഞ്ച് EV ഫസ്റ്റ് ഡെലിവറി ഉണ്ട് ഈ ഷോറൂമിൽ. പുറകിലാണ് അതിൻ്റെ സർവീസ് സെക്ഷൻ വന്നുള്ളത്. അതും കൂടി ജസ്റ്റ് നോക്കിയിട്ട് വരാം നമുക്ക്. ജസ്റ്റ് നല്ലൊരു സർവീസ് സെക്ഷനാണ്, നല്ല സ്പേസിലൊരു സർവീസ് സെക്ഷനാണ് വന്നിട്ടുള്ളത്. ഇവിടെ പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീൽ സെക്ഷനാണ്, അലൈൻമെൻറ്റ്, വീൽ ബാലൻസിങ് കുറച്ച് സെക്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. വീൽസിൻ്റെ ഫുൾ സെക്ഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് സർവീസ് സെക്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീൽസിൻ്റെ ലിഫ്റ്റുകളാണ് കാണുന്നത്. നമ്മൾ വണ്ടി വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം നോക്കണമെങ്കിൽ ലിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സ്പെയർ പാർട്സ് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ടാറ്റയുടെ വണ്ടിയുടെ സ്പെയർ പാർട്സൊക്കെ ഇതിനുള്ളിലാണ് വരിക. നമ്മളെ പെയിൻറ്റിങ് സെക്ഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ടാറ്റയുടെ വണ്ടി ബിൽഡ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്ന സെക്ഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ലിഫ്റ്റ് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് വലിയൊരു സർവീസ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്പേസിലൊരു സർവീസ് സെക്ഷൻ വന്നിട്ടുള്ളത് കണ്ടോ. അതിലൊരു അവതാരമാണ് നമ്മുടെ ലോഞ്ചിലുള്ള അക്രോസ് റൈസർ. തികച്ചും വ്യത്യസ്തമായ ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന, ഈ സ്പോർട്ടി ആയിട്ട് ഒരു പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കരുത്ത് എന്ന് പറയുന്നത്.
120 PS പവറും 120 ടോർക്കും തരുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നെക്സോണിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം എഞ്ചിനാണ് നമ്മുടെ 6 സ്പീഡ് ഗിയർ ബോക്സോട് കൂടി ആക്സിഡന്റ് വന്നത്. അതിനെയാണ് ഈ വെഹിക്കിളിന്റെ എടുത്ത് പറയാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം വളരെയധികം നല്ല സ്പോർട്ടി ലുക്കോട് കൂടിയിട്ടുണ്ട്. സ്പോർട്ടി മാത്രമല്ല ഫാമിലി ഓറിയന്റഡ് കാറും കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഇതിലൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പവറുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാച്ച്ബാക്ക് സെഗ്മെന്റാണ് നമുക്ക് വരുന്നത്. ഒപ്പം തന്നെ ഏറ്റവും നല്ല ഫീച്ചേഴ്സ്, അത്യാധുനികമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും 360 ക്യാമറ, വെന്റിലേറ്റഡ് സീറ്റ്, അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ടച്ച് സ്ക്രീൻ 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ, വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആൾക്കാർക്ക് തുടങ്ങിയിട്ടുള്ള എൻ്റർടൈൻമെന്റ് സിസ്റ്റം. അതുപോലെ ലുക്കിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 360 ഡിഗ്രിയിലുള്ള വെഹിക്കിൾ കിട്ടുന്നുള്ളത്. ബോണറ്റായാലും റൂഫായാലും ട്വൽറ്റൂണാണ് അതിൻ്റെ എല്ലാ വേരിയന്റും വരുന്നത്. 3 വേരിയന്റാണ് വരുന്നത്. R1, R2, R3 എന്ന് പറഞ്ഞ 3 വേരിയന്റാണ്. അതിനകത്ത് എല്ലാവിധ ഫീച്ചേഴ്സും അത്യാധുനികമായിട്ടുള്ള എല്ലാവിധ ഫീച്ചേഴ്സും തുടങ്ങിയിട്ടുള്ള നല്ല കംഫോർട്ടോട് കൂടിയുള്ള ഡ്രൈവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വെഹിക്കിളാണ് അക്രോസ് റേസ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 10.99 R1 എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് to 13 ലക്ഷം വരെയാണ് എക്സ്ട്രോം പ്രൈസ് വരുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, വളരെ സ്പോർട്ടി ആയിട്ടുള്ള എല്ലാവിധ പ്രീമിയം ഫീച്ചേഴ്സോട് കൂടിയുള്ള വെഹിക്കിളാണ്. ഒരു ഇൻഡസ്ട്രി പ്രൈസ് റേഞ്ചിലാണ് കാലം കൊടുത്തിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും എല്ലാ സപ്പോർട്ടും ഒക്കെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള റിക്വസ്റ്റ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ളത്. ആംബുലൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ട് 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്പീഡാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് എന്നുള്ളത്. കണ്ടോ, കീ ലോക്ക് അൺലോക്ക്, ബൂട്ട് സ്പേസ്, അങ്ങനെ ഹെഡ്ലാമ്പിൻ്റെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്പോർട്ടി ഫീൽ വരും. ഒരു പ്രീമിയം ഫീച്ചേഴ്സും വരുന്ന വണ്ടിയും കൂടെ കേട്ടോ. ഈ ഒരു കളറൊക്കെ നല്ല പ്രീമിയം സ്പോർട്ടി ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. കണ്ടോ, താഴെ ആംബിയൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അലക്സ, ഗൂഗിൾ, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ, പിന്നെ എയർ പ്യൂരിഫയർ, ക്ലൈമറ്റ്, ഇമേജ് വ്യൂവർ, അതുപോലെ സറൗണ്ട് വ്യൂ ക്യാമറ. ഫസ്റ്റ് ഇൻ സെഗ്മെന്റിലാണ് ഈ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത്. 360 ഡിഗ്രി ക്യാമറ എന്നുള്ളത്. ഇതിപ്പോൾ 2D വിഷ്വലാണ്. 3D കണ്ടോ, അൾട്രോസിൻ്റെ ഒരു കൊടുത്ത നല്ല പ്രീമിയം ലുക്ക് ഉണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറസിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ 2 ക്യാമറ കാണിക്കണം. 2 നമ്മളെ വ്യൂ മിറർ എടുത്ത് വന്നുള്ളത്. നമ്മളെ ബാക്കിലത്തെ വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറസിറ്റാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ടാറ്റ അസിസ്റ്റന്റ്, അങ്ങനത്തെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത്. സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ടാറ്റയുടെ എല്ലാ വാഹനത്തിലും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഫീച്ചർ. നമ്മൾ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണോ ഒന്നും വേണ്ട, ഇതിൽ തന്നെ ഒരു ഡെമോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. ഇത്രയും നല്ല ഫീച്ചേഴ്സ് കൊടുത്തു. പിന്നെ സെറ്റിങ്സിൽ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. കണക്ടിവിറ്റി, ഡ്രൈവർ അസിസ്റ്റൻറ്റ്, MI ഡ്യൂൾഡ്, വെഹിക്കിൾ സിസ്റ്റം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. കണ്ടോ, അൾട്രോസ്. അങ്ങനെ ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് എന്ന് വിളിക്കാൻ വേണ്ടിയ ഒരു വാഹനമാണിത്. അതുകൊണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൺ റൂഫ് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സിംഗിൾ പാൻ സൺ റൂഫ് വന്നുള്ളത്. ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് ആകുമ്പോൾ നല്ലതാണ് സൺ റൂഫ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വാഹനയുടെ സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഈ ഒരു കോപ്പിറ്റാണ്. പിന്നെ നമ്മളെ പെർഫോമൻസ് ആയിട്ട് ഒരു എഞ്ചിനും. ഇതിന്റെ പവർ നോക്കുകയാണെങ്കിൽ 120 PS പവർ കൊടുത്തത്. 1.2 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിന് വാഹനത്തിന് വന്നുള്ളത്. ടോർക്ക് നോക്കണം 170 Nm ടോർക്കാണ് കൊടുത്തത്. 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മുന്നേ ഇറങ്ങിയ മോഡല് നോർമൽ അൾട്രോസ് അത് 5 സ്പീഡ് വന്നുള്ളത്. ഇതിൽ 6 സ്പീഡ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹോട്ട് ഹാച്ച് ബാക്ക് വേണമെങ്കിൽ ഈ വാഹനത്തിന് വിളിക്കാൻ പറ്റും. ഇപ്പം ഇതിന് അടയാനില്ല. അതുകൊണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ അൺലോക്ക് ചെയ്യുന്ന ബട്ടൺ ഇവിടെ കൊടുത്തുണ്ട്. ഡോർ അൺലോക്ക്. സെക്കൻഡ് റോയിലും AC വെന്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. സി പോർട്ടിന് 5 വോൾട്ടിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ഈ ഹെഡ് റൂം അത്യാവശ്യം നല്ല ഹെഡ് റൂം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫുള്ള് ബ്ലാക്ക് തീമായ കാരണം ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നത് തന്നെ. പിന്നെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് നമ്മൾ കവറുള്ള കാരണം കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വണ്ടി കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അൾട്രോസിലെ ബാഡ്ജിങ് കൊടുത്തിട്ട് ബ്ലാക്ക് ഔട്ടിൽ ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ ഫസ്റ്റ് സെഗ്മെന്റിൽ ഒരു ഫീച്ചറാണ് ഒന്ന് 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് അതിൽ വന്നുള്ളത്. ബെസ്റ്റ് സെഗ്മെന്റ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഈ സെഗ്മെന്റിൽ ഒരു ഫീച്ചർ വന്നുള്ളത്. അത് നമ്മളെ ടാറ്റ അൾട്രോസിനാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബിഗിലേക്ക് നമുക്ക് ടാറ്റയ്ക്ക് കൊടുക്കുന്നതിനും പിന്നെ അലോയ് വീൽസൊക്കെ നമ്മൾ ബ്ലാക്കിലാണ് കൊടുത്തുള്ളൂ. ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ, ഡോൾട്ടൺ പോലെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ടെയിൽ ലാമ്പ് സ്മോക്ക് ചെയ്തൊരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അതും സ്പ്ലിറ്റഡ് ആണ്. നമ്മളെ ടെയിൽ ഗേറ്റിൽ കയറുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതും അതിൽ സ്പോട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡുവൽട്ടോൺ ആണ് ഈ മോഡൽ. ഫുള്ള് ഡുവൽട്ടോൺ ആണ്. ബ്ലാക്ക് റൂഫും താഴെ വൈറ്റിലും റെഡിലും അവൈലബിൾ ആണ്. അതിന് 3 കളറിലാണ് അവൈലബിൾ. പിന്നെ ഇതിൻ്റെ വേരിയൻ്റ് നോക്കുകയാണ് R1, R2, R3 അങ്ങനെ 3 വേരിയൻ്റ് അതിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഡെലിവറി ആണ് കൊടുക്കുന്നത്. ടാറ്റ പഞ്ചാണ് ഡെലിവറി കൊടുക്കുന്നത്. അതിലൂടെ നേരെ പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരെ ചെറിയൊരു ബ്രേക്ക്.